ഹലോ നമസ്കാരം. നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആളുകളാണോ എങ്കിൽ ഒരു ചെറിയൊരു ഉപദേശം കേട്ടോ. ഡിവോഴ്സ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ചെറിയ ഈഗോയും കാര്യങ്ങളും വെച്ച് കണ്ടസ്റ്റഡ് ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ ഒരുപാട് വർഷങ്ങളാണ്, സമയം, നിങ്ങളുടെ പണം, നിങ്ങളുടെ പ്രായമൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു രണ്ട് കൂട്ടർക്ക്, പങ്കാളികൾക്ക്, ഭാര്യയോ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം സമ്മതിച്ച് അവരുടെ ഇഷ്ടത്തോടു കൂടി തന്നെ വേറെ ഇഷ്യൂസ് എല്ലാം റേസ് ചെയ്യാതെ നിങ്ങൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് നമ്മളുടെ ഫാമിലി കോടതിയിൽ മുന്നിൽ വരുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ വരാന്തയിൽ, കോടതി വരാന്തയിൽ കരച്ചിലുകളും ഭാര്യ ഭർത്താക്കന്മാരുടെ ഫൈറ്റും ഒക്കെയാണ് നമ്മൾ ഫാമിലി കോടതിയുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊന്നും ഇല്ലാതെ ഭയങ്കര മെച്ചുവേർഡായിട്ട് നിങ്ങൾ രണ്ട് കൂട്ടരും, പാർട്ട്നേഴ്സ് രണ്ട് കൂട്ടരും പറഞ്ഞ് സമ്മതിച്ച് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ ഡിവോഴ്സിലേക്ക് കടക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും നിങ്ങളുടെ പ്രായവും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഡിവോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സ്വതന്ത്രരായിട്ട്, രണ്ട് കൂട്ടർക്കും സ്വതന്ത്രരായിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഡിവോഴ്സിലേക്ക് ഇറങ്ങും മുമ്പ് ഇതൊന്ന് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്